രക്ഷിക്കണേ, ലിഫ്റ്റ് നിന്ന് പോയേ, വനിതാ ഡോക്ടർ നിലവിളിച്ചു. ഡോറിൽ ആഞ്ഞടിച്ചു. ഭാഗ്യം രോഗികളുടെ കൂട്ടിരിപ്പുകാർ അത് കേട്ടു. ഡോക്ടറെയും ഒപ്പമുണ്ടായിരുന്ന രോഗിയെയും കൂട്ടിരിപ്പുകാരനെയും 15 മിനിറ്റിനകം രക്ഷിച്ചു. ലിഫ്റ്റിൽ 42 മണിക്കൂർ രോഗി കുടുങ്ങിയത് വിവാദമായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. തൊട്ടടുത്ത ദിനം ഈ സംഭവം നടന്നത്. ENT വിഭാഗത്തിലെ ആൻസിലയാണ് കുടുങ്ങിയ ഡോക്ടർ. അത്യാഹിത വിഭാഗത്തിൽ നിന്ന് സ്കാനിംഗ് വിഭാഗത്തിലേക്കുള്ള 7-ാം നമ്പർ ലിഫ്റ്റിൽ ഇന്നലെ ഉച്ചയ്ക്ക് 2:00-ഓടെയായിരുന്നു സംഭവം. യാത്രക്കാരുമായി ഉയർന്ന ലിഫ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിനും 1-ാം നിലക്കുമിടയിൽ കുടുങ്ങുകയായിരുന്നു. ഡോറിൽ ഇടിക്കുന്നത് കേട്ടവർ വിവരം ആശുപത്രി അധികൃതരെ അറിയിച്ചു. എയ്ഡ് പോസ്റ്റിലുണ്ടായിരുന്ന പോലീസുകാർ ഉൾപ്പെടെ പാഞ്ഞെത്തി. ഇതിനിടെ ഓപ്പറേറ്റർമാരെ കൂട്ടിക്കൊണ്ടുവന്ന ലിഫ്റ്റ് താഴെ ഇറക്കി വാതിൽ തുറന്നു. ഭയന്ന് കരയുകയായിരുന്നു ഡോക്ടർ. വൈദ്യുതി ബന്ധം നിലച്ചതാണ് കാരണമെന്നും ഇത്തരം തകരാറുകൾ പതിവാണെന്നുമാണ് അധികൃതരുടെ വിശദീകരണം. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അതേസമയം ശനിയാഴ്ച ചികിത്സയ്ക്കെത്തിയ രവീന്ദ്രൻ നായർ 42 മണിക്കൂർ ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. 15 ദിവസത്തിനകം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സൺ കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു. ഡീലക്സ് പേ വാർഡിൽ ചികിത്സയിലുള്ള രവീന്ദ്രന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഇന്നലെ സന്ദർശിച്ച ശേഷം മന്ത്രി വീണ ജോർജ് അറിയിച്ചു. അതിനിടെ മാനസിക അസ്വസ്ഥതയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്നയാൾ മെഡിക്കൽ കോളേജ് ആശുപത്രി 3-ാം നിലയിൽ നിന്നും താഴേക്ക് ചാടി. വള്ളക്കടവ് സെന്റ് തോമസ് ഹൌസിൽ ഗോലിൻ പീറ്ററാണ് ഇന്നലെ രാവിലെ 10:00-ഓടെ ചാടിയത്. 2-ാം നിലയിലെ പടിക്കെട്ടിൽ വീണ് കാലിന് പൊട്ടലുണ്ടായി. ശരീരമാസകലം മുറിവും ചതവുമേറ്റു. 13 വർഷമായി പേരൂർക്കട ആശുപത്രിയിൽ ചികിത്സയിലാണ്. മരുന്ന് ഒരുമിച്ച് കഴിച്ചെന്ന സംശയത്തെ തുടർന്നാണ് മെഡിക്കൽ കോളേജിലെത്തിച്ചത്.